ഹേയ് നമസ്കാരം. നിങ്ങളൊരു കടുത്ത ഫുട്ബോൾ ആരാധകനാണോ? ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സ്വപ്നം കണ്ടിട്ടുണ്ടാവും ക്രിസ്ത്യാനോ റൊണാൾഡോനെ. നമ്മൾ ഇന്ത്യക്കാർക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കാണാൻ ഇതിലും വലിയൊരു അവസരം ഇനിയില്ല, പ്രത്യേകിച്ച് സൗദിയിലെ മലയാളികൾക്ക്. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പൊ കളിക്കുന്നത് സൗദിയിലെ അൽ നസർ ക്ലബിന് വേണ്ടിയിട്ടാണ്. ഈ അവസരം സൗദിയിലെ മലയാളികൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്കും പോകാം ഞങ്ങളെ പോലെ. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. അൽ നസറിന്റെ ഹോം ഗ്രൗണ്ട് ആയ റിയാദിലുള്ള അൽ ഔവൽ പാർക്കിൽ ഗ്രൗണ്ടിലാണ് ഞങ്ങൾ ഇന്നുള്ളത്. വി ബുക്ക് ആപ്ലിക്കേഷൻ വഴി സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ സീറ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാം. വെറും 30 റിയാൽ തൊട്ട് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറൊരു ഉത്തരം ഉണ്ടാവില്ല. അത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നായിരിക്കും. സൗദികളോ ഇന്ത്യക്കാരോ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആരാധകരെ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റി. ഇത് അൽ നസറിന്റെ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും അൽ നസറിന്റെ ലോഗോയും ആ മഞ്ഞ കളറുമാണ് നമുക്ക് കാണാൻ പറ്റുക. ഗ്രൗണ്ടിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഉള്ളിലെ ആരവം നമുക്ക് ഇവിടെ പുറത്ത് കേൾക്കാം. ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണത് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എന്റെ ഫുട്ബോൾ വേൾഡ് കപ്പ് ടിവിയിൽ കാണുമ്പോൾ സ്വപ്നത്തിൽ പോലും നടക്കുമെന്ന് വിചാരിക്കാത്തൊരു കാര്യം. സൗദി ഫുട്ബോൾ സത്യത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു അവസരം ഒരുക്കി തരികയാണ്. യൂറോപ്പിൽ മാത്രം പന്ത് തട്ടിയിരുന്ന താരരാജാക്കന്മാർ ഇതുപോലെ അറേബ്യൻ നാടുകളിലേക്കും എത്തിയിരിക്കുന്നു. ഓരോ മിനിറ്റ് കഴിയുന്തോറും ആ സ്വപ്നം അടുത്തു വരുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. ഞങ്ങളൊരിത്തിരി നേരത്തെ തന്നെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഗാലറിയും ഓൾമോസ്റ്റ് എംപ്റ്റി ആയിരുന്നു. ഫുട്ബോൾ കളി കാണാൻ പോയിട്ടുള്ളവർക്കറിയാം, നേരത്തെ പോയിരുന്നു കഴിഞ്ഞാൽ അവരുടെ പ്രാക്ടീസ് സെഷൻ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ കളി മാത്രമല്ല, ഏത് കളി കാണാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിലും കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ട താരങ്ങളെ നിങ്ങൾക്ക് കുറച്ച് നേരം അധികം കാണാം. നാട്ടിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഒത്തിരി വട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായി ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോയ കുട്ടികളെ പോലെയായിരുന്നു ഞങ്ങൾ. ഒത്തിരി നേരം നോക്കിയിരിക്കേണ്ടി വന്നില്ല, ആ സ്വപ്നം കൺമുമ്പിലേക്ക് എത്തി. എത്ര വർഷത്തെ കാത്തിരിപ്പാണല്ലേ. ഇപ്പോഴും എത്രയോ ആൾക്കാർ സ്വപ്നം കാണുന്നുണ്ടല്ലേ. പ്രായവ്യത്യാസമില്ലാതെ എത്രയോ ആരാധകരുണ്ടാകുമല്ലേ. ഗ്രൗണ്ടിൽ 10-30 കളിക്കാരുണ്ടെങ്കിലും എല്ലാവരുടെയും ശ്രദ്ധ അയാളിൽ തന്നെ. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും കളി കാണാൻ വന്നവരല്ല, പകരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ കാണാൻ വന്നവരാണ്. കയ്യടികളും ആരവങ്ങളും എല്ലാം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടിയാണ്. ഏകദേശം ഒരു 20 മിനിറ്റോളം ഞങ്ങൾ പ്രാക്ടീസ് സെഷൻ കണ്ടുകൊണ്ടേയിരുന്നു. ഞങ്ങളെടുത്ത ടിക്കറ്റ് ഒരു കോർണർ ലൈൻ്റെ അടുത്തായിരുന്നു. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ ഒരു കാരണമുണ്ട്. എന്തെങ്കിലും ഗോൾ അടിച്ചാൽ സെലിബ്രേഷൻ നടക്കുന്നത് ഈ സൈഡിലായിരിക്കും. നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് കളിക്കാരെ കൂടുതൽ സമയം കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ കോർണർ സൈഡിലെ ടിക്കറ്റ് തന്നെയാണ്. പക്ഷേ കളി അപ്പുറത്തെ സൈഡിലാണെങ്കിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടാകുമെന്ന് മറക്കണ്ട. കളി ഏകദേശം തുടങ്ങാറായിരിക്കുന്നു. അൽ നസറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമല്ല, സെനഗൽ ഫുട്ബോളിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന സാദിയോ മാനെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂട്ടുകാരനായി ഒപ്പം കളിക്കുന്നുണ്ട്. കളി തുടങ്ങി, ഒപ്പം ഗ്രൗണ്ട് നിറയെ ആരവങ്ങളും. കളി ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും കണ്ണുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ മാത്രമിരുന്നു. ഇനി എല്ലാവരെയും പോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അവസാനം അതും സംഭവിച്ചു. ഒരു ഫുട്ബോൾ ആരാധകന്, പ്രത്യേകിച്ച് റൊണാൾഡോ ആരാധകന് ഇതിൽ കൂടുതൽ എന്തു വേണം? സാക്ഷാൽ CR7ന്റെ ഗോൾ സെലിബ്രേഷൻ നേരിട്ട് കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ലോകത്തിൽ പല ആരാധകരും, ഈവൻ പല കുട്ടികൾ വരെ ആഘോഷിക്കപ്പെടുന്ന ഗോൾ സെലിബ്രേഷൻ, അതും അങ്ങനെ നേരിട്ട് കണ്ടു. 2-2 സമനിലയിലാണ് ഈ കളി അവസാനിച്ചത്. നിങ്ങൾ സൗദിയിലുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും കുട്ടികളായിട്ട് ഒരു വട്ടമെങ്കിലും സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കളി നേരിട്ട് പോയി കാണണം. ഈ ഒരു അവസരം ഇനി എത്ര നാൾ ഉണ്ടാകും എന്നറിയില്ല. ഈ ഫുട്ബോൾ ഇതിഹാസം ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് അവസാനമായി അദ്ദേഹത്തിന്റെ കളി കാണാൻ പറ്റിയ ഒരു അവസരമായിരിക്കും ചിലപ്പോൾ ഇത്. ഇനിയും പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.